ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്രയിൽ വഴിയിലെ കാഴ്ചകളൊന്നുമില്ല. കാരണം തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പൽഡാൽമുൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫോർട്രസ് ആണ്. ആ ഫോർട്രസിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉള്ളത് നല്ല ഫേമസ് ആണ്. ഈ മലയുടെ മുകളിലാണ് നമ്മൾ കയറാൻ പോണേ. ഈ ടെമ്പിൾ കാണുന്നുണ്ടോ? ആ ടെമ്പിളിലാണ് ഏറ്റവും അറ്റത്ത്. അതുവരെ കയറണം അല്ലേ? അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വന്നു. ഇതൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ആണ്. അതിൻ്റെ അടുത്ത് ചേർന്നിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പ്ലേസുകളുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം സോളാർ പാനലുകളുണ്ട് കേട്ടോ. സുവോൺ ഹസോങ് ഫോർട്രസ് എന്നാണ് ഈ കോട്ടയുടെ പേര്. ഇവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള ദൂരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അകലായിട്ട് ബുദ്ധയുടെ ഒരു സ്റ്റാച്യു കാണുന്നുണ്ട്. ഈ മലയോട് ചേർന്നിട്ടാണ്, മല അല്ലെങ്കിൽ കുന്ന്, ഇതിനോട് ചേർന്നിട്ടാണ് ഈ കോട്ടയുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ സിറ്റി പണിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. അവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇത് ടിക്കറ്റ് റേറ്റുകളാണ്. തീരെ ചെറിയ റേറ്റാണ്. ഗവൺമെൻറ് നടത്തുന്ന ഇതായതുകൊണ്ട് തീരെ കുറവ് റേറ്റേ ഉള്ളൂ. ഇത് നമ്മുടെ കൊറോണയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പൊക്കെ ബോർഡായിട്ടിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നു. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി നമുക്ക് മലയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ കോട്ടയിൽ കടക്കണം എന്നില്ല. നമുക്ക് പുറത്തുനിന്ന് വേറെ വഴിയുണ്ട്. നമ്മൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് ഇതിനകത്ത് കയറിയതാണ്. നമ്മൾ മുന്നേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ട്രഡീഷണൽ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്ത 2 പ്രതിമകളാണ് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ല മെയിൻ എൻട്രൻസിലുള്ള. അവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഇതുപോലെയാണ്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണത്. 3 മെയിൻ ഹാളുകളാണ് ഈ കോട്ടയിലുള്ളത്. 18-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തുറക്കാൻ പറ്റില്ല അത്. അത് അങ്ങനത്തെ അത് മുകളിലേക്ക് കയറാനുള്ള എഗ്സ്, ഫിഷ്, അതൊക്കെ ഒറിജിനൽ, അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇവര് ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കും. കൊട്ടാരത്തിലുള്ള സെർവൻറ്റുകളുടെ കോട്ടേജുകളാണ് ഈ കാണുന്നത്. വളരെ ചെറിയ മുറികളാണ്. അവരെ ഡ്രസ്സ് ചെയ്യുന്നതും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. കണ്ടോ, ഇടുങ്ങിയ വാതിലും പിന്നെ ചെറിയൊരു മുറിയായിരിക്കും. കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ടാവും, കാരണം വിൻ്ററുള്ള സ്ഥലമാണല്ലോ. ചെറിയൊരു ജനലും. ഇത്രയുമാണ് ഈ സെർവൻസിൻ്റെയൊക്കെ മുറികൾ. ഇതൊരു അടുക്കളയാണ്. താഴേക്ക് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് പോവാം. ഇപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ ഇതുപോലത്തെ അടുപ്പും ഇതുപോലത്തെ പാത്രങ്ങളും ഉണ്ട്. ഇത് ഇൻബിൽട്ടായിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന പാത്രമാണ്. വലിയ പാത്രങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വിറകിടാനുള്ള സ്പേസാണ്. ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ അപ്പോൾ അതെന്താ ചിമ്മിനി, പഴയ റൂം ഹീറ്റിങ്ങിനുള്ള സംവിധാനം അല്ലേ? ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയിൽ വിറകിട്ട് കത്തിക്കുക ചെയ്യുന്നത്. വിന്റർ സമയത്ത് ചൂടിന് വേണ്ടിയിട്ട് റൂം ഹീറ്റ് ചെയ്യാൻ വേണ്ടി. ഈ പ്രതിമകൾക്കൊക്കെ നല്ല ജീവനുള്ളത് പോലെ ഉണ്ട് കേട്ടോ. തീരെ തിരക്കില്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കോട്ട കാണാനൊക്കെ. മല കയറാനായിട്ട് ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരുപാട് പേര് പോകുന്നുണ്ടാവും. ഇത് ജോങ്ജോ എന്ന് പറയുന്ന ഇവിടുത്തെ രാജാവ്.
അവരുടെ അമ്മേനെ സ്വീകരിക്കുന്നതാണ്. അവിടെ അപ്പുറത്തൊരു ലേഡി, കോട്ട് ലേഡി ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെയാണ് ഇവർ ഗ്രീറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവരെ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ കുറേക്കാർ. പിന്നെ ഒരുപാട് ഡിഷസ് ഇവർ സ്വീകരിക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 12 അപ്പിറ്റൈസേഴ്സും 70 മെയിൻ ഡിഷസും 42 ഫ്ലവർ ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പഴയ രീതിയിൽ നമ്മുടെ കൊട്ടാരങ്ങൾ പോലെയുള്ള നിർമ്മിതികൾ തന്നെയാണ്, നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത്. ഇനി ഈ ബിൽഡിങ്ങുകളിലൊക്കെ താഴെ കാണുന്ന ഹാളുകൾ വിൻ്റർ സമയത്ത് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. 3 മെയിൻ ഹാളുകളും 4 എൻട്രൻസുകളുമാണ് ഈ കോട്ടയ്ക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോ ഹാളുകൾക്കും സെപ്പറേറ്റ് ഇതുപോലെ വാളും സെപ്പറേറ്റ് എൻട്രൻസും ഉണ്ട്. ഇവിടം തൊട്ടാണ് ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു 600 വർഷത്തോളം പഴക്കമുള്ളൊരു മരമാണിത്. അത് ഉണങ്ങിയിട്ടില്ല മരം. ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കടലാസിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ചുറ്റും. അതുപോലെ ഈ മരത്തിൻ്റെ താഴെ വലിയൊരു പൊള്ളയായിട്ടുള്ളൊരു ഭാഗമാണുള്ളത്. അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ നാണയത്തുട്ടുകളും പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. നാട്ടിലും കാണാമല്ലോ. അതുപോലെ ട്രഡീഷൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കോട്ട ഇവിടെ വരുന്നതിന് ഒരുപാട് മുന്നേയുള്ള മരമാണിത്. നമ്മൾ മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്തോ അവർ വീർപ്പിക്കുക, എന്താ അത്? എനിക്ക് തോന്നുന്നത് രാത്രിയിൽ ലൈറ്റ് ചെയ്ത് ചന്ദ്രനോ അതുപോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ മരം പ്ലമ്മിൻ്റെ ആണ്. ഇവിടെ കുറേ കാണുന്നുണ്ട് പ്ലമ്മിൻ്റെ ചെടികൾ. പച്ച പഴുത്തിട്ടില്ല, അവിടെയൊക്കെ കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്. കളർ മാറിയിട്ടുണ്ടല്ലോ. ആ കൊമ്പിലെല്ലാം നന്നായി പഴുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് കയറി മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ സ്പീക്കറാണ്. നമുക്ക് കാണുമ്പോൾ കല്ല് പോലെയുണ്ട്. ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ നിറയെ ഉണ്ട് കേട്ടോ ഈ സ്പീക്കറുകൾ. പാട്ട് കേട്ട് മുകളിലോട്ട് കയറാൻ. കുറേ ട്രഡീഷണൽ ഡ്രാമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്പീക്കറുകളും കുറേ ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. ഈ ലാമ്പൊക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ഇതുവരെ താഴത്ത് നിന്നപ്പോൾ മരങ്ങളില്ലാതെ നല്ല വെയിൽ ചൂട് കൊള്ളുമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കിടന്നപ്പോൾ നല്ലൊരു തണുപ്പായിട്ടോ, നല്ല തണലുണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മല കയറുന്ന ഒരു എൻട്രൻസ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പാട്ട് മ്യൂസിക് കേട്ട് ആസ്വദിച്ച് പതുക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് പാത്തു നല്ല ടയേർഡായി. ഇവിടേക്കാണെങ്കിൽ സ്ട്രോളറും കൊണ്ടുവരാൻ പറ്റില്ല. പാത്തുകുട്ടി ടയേർഡായോ? എന്നാൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നടക്കാം നമുക്ക് കേട്ടോ. ഇവിടെ ഇങ്ങനെ മല കയറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു സെക്ഷൻ കയറി കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണ് താഴത്തേക്കുള്ള. ആകെ ഒരു സെക്ഷനേ കയറിയിട്ടുള്ളൂ. ഇവിടെ മലയുടെ മുകൾ ഭാഗം വരെ സ്റ്റെപ്പുകളും ഉണ്ടാവും. ഇതുപോലെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടാവും. എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. വാത്തുകുട്ടിക്ക് മതിയായി. വാത്തുകുട്ടിക്ക് അധികം കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇപ്പം സ്റ്റോപ്പ് ചെയ്യും. സാർ ബേബിക്ക് മതിയായാ? പത്തു പോവാട്ടോ നമുക്ക്. മക്കളെയും കൊണ്ട് മല കയറാന്ന് പറയുന്നത് എളുപ്പമല്ല. കുട്ടികൾക്കും വയ്യാണ്ടാവും, നമുക്കും വയ്യാതാവും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങാണ്. നമ്മൾ മുന്നേ തന്നെ ഇത് ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. ഓ അങ്ങനെയല്ലോ വാവേ. വാപ്പച്ചൊന്നും അറിയാൻ കാണിച്ചു കൊടുത്തേ.
വാപ്പിച്ചിടുന്ന പോലെ ഇട്ടെ. ആ അതേ കണ്ട. അവിടുന്ന് പുറത്തിറങ്ങി അപ്പോൾ ഒരു കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന കട കണ്ടപ്പോൾ അവിടെ കോട്ടൺ ക്യാൻഡി മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പലതരത്തിലുള്ള ക്യാൻഡീസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പല കാർട്ടൂൺ ഷേപ്പിലുള്ള ക്യാൻഡിയാണ്. എനിക്ക് ഇതിലാകെ പൊറോറോനെയും മിനിയൻസിനെയും മാത്രം അറിയാം. ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പാത്തുട്ടിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പാത്തുട്ടിക്ക് തിരിക്കണമെങ്കിൽ പാത്തുട്ടിക്ക് തിരിക്കണം. കളറങ്ങനെ ആക്കണം. 앞으로 돌려 빙글빙글 파란색 블루 컬러 해보세요. 돌려야지 빙글빙글빙글. 핑크 자 핑크 돌려 빙글빙글 주세요. 동그라미들 제가 다 나온 것 같은데 볼까요? 오 예쁘다. 잘했어요. 뒤로 돌아 내려오세요. 조심 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 조심. 아우 잘했다. ടേസ്റ്റ് ചെയ്ത് നോക്കി. യമ്മി. ഇതൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ 2 കോൾഡ് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവിടെ വേറെ ഒട്ടും തിരക്കില്ല. നമ്മളെ കൂടാതെ ഒരു കസ്റ്റമർ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്.